നമസ്തേ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു ശബ്ദ പരിചയ 1. അതിൽ നമ്മൾ പുല്ലിംഗ ശബ്ദമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാം, ശബ്ദ പരിചയ 2. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് സ്ത്രീലിംഗ ശബ്ദമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ത്രീലിംഗ ശബ്ദം എന്ന് പറഞ്ഞാൽ ഫെമിനിൻ ജെൻഡർ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ബാലിക, ബാലിക എന്ന് പറഞ്ഞാൽ ഗേൾ. ശിക്ഷിക, ടീച്ചർ. ഗായിക, സിംഗർ. പേട്ടിക, ബോക്സ്. കലിക, ബഡ്. ഉത്പീഡിക, സ്റ്റൂൾ. മാപ്പിക, സ്കെയിൽ. മക്ഷിക, ഹൗസ് ഫ്ലൈ. ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് ഈ സ്ത്രീലിംഗ ശബ്ദം എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ എൻഡിങ് വെച്ച് ബാലിക, ആ എൻഡിങ്. ശിക്ഷിക, ആ. ഗായിക, ഇവിടെയും ആ എന്ന എൻഡിങ്. ആ എന്ന് എൻഡിങ് വന്നാൽ അത് സ്ത്രീലിംഗ ശബ്ദമായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മളിത് നൗൺ ആൻഡ് പ്രോനൗൺ പഠിച്ചപ്പോൾ ഈ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്യാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, നിങ്ങൾക്ക് ആ വീഡിയോ നോക്കാം. അപ്പോൾ ഇവിടെ ആ എന്ന് എൻഡിങ് വരുന്നതൊക്കെ സ്ത്രീലിംഗ ശബ്ദമായിട്ട് എടുക്കും. നേരത്തെ നമ്മൾ അഹ എന്ന എൻഡിങ്. ചന്ദ്രഹ, ബാലകഹ എന്ന് പഠിച്ചിരുന്നു. അഹ വന്നു കഴിഞ്ഞാൽ പുല്ലിംഗ ശബ്ദമായിട്ട് എടുക്കും, മസ്കുലിൻ ജെൻഡർ. ഇവിടെ ആന്ന് എൻഡ് ചെയ്ത അത് സ്ത്രീലിംഗ ശബ്ദമായിട്ടേ എടുക്കത്തുള്ളൂ. നമുക്കിനി സ്ത്രീലിംഗ ശബ്ദത്തിലെ പ്രോനൗണും ആ പ്രോനൗൺ വരുമ്പോൾ ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കും എഴുതണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഏകവചൻ സിംഗുലർ വരുമ്പോൾ ബാലിക, എക്സാമ്പിൾ ആണ് ബാലിക എന്ന് വരും. അതുപോലെ അതിന്റെ പ്രോനൗൺ സാ അല്ലെങ്കിൽ ഏഷ എന്ന് വരും. സാ എന്ന് പറഞ്ഞാൽ ഷീ, ഏഷ എന്ന് പറഞ്ഞാലും ഷീ ആണ്. പക്ഷെ ഏഷ എന്ന് വരുമ്പോൾ നമ്മുടെ അടുത്തുള്ളതാണെങ്കിൽ ഏഷ എന്ന് എഴുതും. സാ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നതാണ് സാ എന്ന പ്രോനൗൺ. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന്റെ എൻഡിങ് തി എന്നായിരിക്കും മഞ്ഞ്. ബാലിക ലിഖതി. നമ്മൾ നേരത്തെ പുല്ലിംഗ ശബ്ദത്തിലും പഠിച്ചിരുന്നു, സെയിം ആണ്. തി എന്നാണ് ബാലിക വരുമ്പോ എഴുതുന്നത്. ഏകവചൻ വരുമ്പോ തി എന്നാണ് ഉള്ളത് എൻഡിങ്. അതുപോലെ ദ്വിവചൻ വരുമ്പോ ബാലികെ എന്ന് വരും. ബാലിക എന്ന് പറഞ്ഞ ശബ്ദം ദ്വിവചൻ വരുമ്പോ ബാലികെ, 2 ഗേൾസ്. അതിന്റെ പ്രോനൗൺ തേ അല്ലെങ്കിൽ ഏതേ. ഇപ്പൊ ദ്വിവചൻ വരുമ്പോ ആക്ടിവിറ്റി എൻഡ് ചെയ്യുന്നത് ലിഖതഹ, തഹ എന്നാണ് എൻഡ് ചെയ്യുന്നത്. ബാലികെ ലിഖതഹ. ലിഖതഹ എന്ന് പറഞ്ഞാൽ they 2 are writing. അതുപോലെ ബഹുവചൻ വരുമ്പോ പ്ലൂറൽ വരുമ്പോ ബാലികാഹ, മെനി ഗേൾസ്. അതിന്റെ പ്രോനൗൺ താഹ അല്ലെങ്കിൽ ഏതാഹ. താഹ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നത്. ഏതാഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളതാണെങ്കിൽ നമ്മൾ ഏതാഹ എന്ന് പറയും. അതിന്റെ ആക്ടിവിറ്റി വരുമ്പോ ദി എന്ന് വരും, ലിഖന്തി. ഇവിടെ ലിഖതി, ലിഖതഹ, ലിഖന്തി. അതുപോലെ ബാലിക, ബാലികെ, ബാലികാഹ. ഏകവചനാണെങ്കിൽ ബാലിക, ദ്വിവചനാണെങ്കിൽ ബാലികെ, ബഹുവചനാണെങ്കിൽ ബാലികാഹ എന്ന് വരും. അതിന്റെ പ്രോനൗൺ സാ, തേ, താഹ, ഏഷ, ഏതേ, ഏതാഹ. നമ്മൾ പുല്ലിംഗത്തില് സഹ, തൗ, തേ എന്ന് പഠിച്ചിരുന്നു. അതുപോലെ ഇവിടെ സാ, തേ, താഹ. അതാണ് ഡിഫറൻസ്, പുല്ലിംഗവും സ്ത്രീലിംഗവും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ടോപ്പിക് ഒന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലെ എക്സ്പ്ലനേഷൻ നോക്കാം.